ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇരുമ്പൻ പുളി ഉപയോഗിച്ചിട്ട് മീൻകറിയുടെ ഒക്കെ ടേസ്റ്റിൽ നല്ലൊരു ചാറുകറി ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈസി ആയിട്ടൊന്നും മീനൊന്നും കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 20 ഇരുമ്പൻ പുളിയാണ് എടുക്കുന്നത്. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് കേട്ടോ പറയുക. ചില സ്ഥലത്ത് ഇരുമ്പൻ പുളി എന്ന് പറയും, ചെമ്മീൻ പുളി എന്ന് പറയും, അങ്ങനെ പല പേരാണ്. അപ്പോൾ ഞാനിവിടെ അധികം മൂക്കാത്ത എന്നാൽ ഒത്തിരി ചെറുതുമല്ലാത്ത ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള 20 ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളിതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 15 മുതൽ 20 എണ്ണം വരെ എടുക്കുക. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. ഇത് ഇത്രയും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഞെട്ടിലുള്ള ഈ ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ, ഇത് കൈ വെച്ചിട്ട് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ച് മാറ്റിയാലും മതി. എന്നിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പുളി ഇതുപോലെ 4 കഷ്ണമായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. വട്ടത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കറി ഞാൻ മൺചട്ടിയിലാണ് ചെയ്യണത് കേട്ടോ. മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും പാൻ എടുത്താൽ മതി. അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ പറയാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണം. ഞാനിവിടെ 9 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട്, ചെറിയ അല്ലിയാണ് കേട്ടോ. പിന്നെ 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് എടുത്തേക്കണത്. നിങ്ങൾക്കത് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. പിന്നെ 8 ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഇതിലേക്ക് നമുക്ക് ഒരുപാട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരെണ്ണം എടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണം. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ സവാളയും ചേർക്കാം. ചെറുള്ളി ചേർക്കുമ്പോൾ മുഴുവനായിട്ട് ചേർക്കണ്ട, കാരണം നമുക്ക് ലാസ്റ്റ് താളിച്ചൊഴിക്കാനായിട്ട് കുറച്ച് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗം നമുക്കിപ്പോൾ ചേർക്കാം. ഒരു പൊടി നമുക്ക് ഇത്രയും ബാക്കി വയ്ക്കാം. ഇത്രയും ബാക്കിയുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പരച്ചെടുക്കാം. അരപ്പരച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ജസ്റ്റ് തേങ്ങാപ്പീര മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അരപ്പരയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒന്നിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് അരപ്പ് ആദ്യമേ ചെയ്ത് വെച്ചാലും മതി. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീര ചേർക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ അരമുറി തേങ്ങ ഫുള്ളായിട്ട് വേണ്ട. ഏകദേശം ഒരു 1.5 കൈപ്പിടി തേങ്ങയൊക്കെ വേണ്ടുള്ളൂ കേട്ടോ. ഇത് 250 ml കപ്പാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഇടയ്ക്ക് സവാള വഴറ്റി കൊടുക്കുകയും ചെയ്യാം. ഇനി അരപ്പരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കേണ്ട. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട്, അതായത് ഒട്ടും തരിയില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല. നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് തേങ്ങാപ്പീരയും വെള്ളവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ സവാള ഏതാണ്ടൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആവണമെന്നില്ല, എന്നാലും നല്ലോണം പച്ചമണമൊക്കെ മാറി ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ഗോൾഡൻ കളറൊക്കെ ആവാറാവണം. ഒത്തിരി അങ്ങോട്ട് മൊരിയേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ മറക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മൺചട്ടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് തീ കൂടുതലാണെങ്കിൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. നമുക്കിതിലേക്ക് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത്. 3.5 ടീസ്പൂണാണ് ചേർക്കണത് കേട്ടോ. പിരിയമുളകിൻ്റെ പൊടിയൊന്നും അല്ല, അതായത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, നല്ല എരിവുള്ള സാധാ മുളക് പൊടി. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിന് പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റാം. തീ കൂട്ടിയൊന്നും വെക്കേണ്ട. വെളിച്ചെണ്ണ പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഈ സമയത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തോളൂ. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ചേർത്ത സമയത്ത് പൊടികളുടെ സ്മെല്ലായിരിക്കില്ല, നല്ലോണം വഴറ്റി കഴിയുമ്പോഴത്തെ സ്മെല്ല്. അതുമാത്രമല്ല, അതിൻ്റെ കളറും കൂടിയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് ഡാർക്ക് കളറാവും. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലല്ല ഇട്ടിരുന്നത്. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പൻ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇരുമ്പൻ പുളി ഇതിനകത്ത് മുങ്ങിക്കെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം കറക്റ്റാണ്. ഇപ്പോൾ അഥവാ നിങ്ങൾ ഇരുമ്പൻ പുളി ചേർത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇരുമ്പൻ പുളി ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളൂ. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അന്നേരത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരും. അപ്പോൾ അതുവരേക്കും നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയാൽ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മേലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറിൻ്റെ സൈഡിലുള്ള ഈ അരപ്പും കൂടി ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ആ ജാറൊന്ന് കുലുക്കി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇതിനകത്തേക്ക് നേരത്തെ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. ഇരുമ്പൻ പുളി പെട്ടെന്ന് വേവും കേട്ടോ. പെട്ടെന്ന് വേവും. നമുക്കതിങ്ങനെ തവി വെച്ചെടുത്ത് നോക്കി കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് പണിയൊന്നുമില്ല. ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്തിട്ടുള്ള അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറട്ടെ. നമുക്ക് വേണ്ട പാകത്തിനനുസരിച്ചിട്ട് ഇത് കുറുകി വരട്ടെ, തിളയ്ക്കും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തിളയ്ക്കാൻ വിടുക കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ കുറേ നേരം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇരുമ്പൻ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് ആ ഒരു അരപ്പിൻ്റെ മണമൊക്കെ മാറി ശരിക്കും ഒരു മീൻകറിയുടെ ഒക്കെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇത് ഇരിക്കുന്നത്. എണ്ണയൊക്കെ ഏകദേശം അവിടെ ഇവിടെയൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇത് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇങ്ങനെ തിളപ്പിക്കാം. അതല്ല ഈ ഒരു പരുവം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പ് നോക്കുക. ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തോളൂ. കാരണം ഈ ഒരു ചൂടിൽ കിടന്ന് തന്നെ അത് കുഴപ്പമില്ലാതെ അങ്ങ് വെന്തോളും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഒറ്റ സ്റ്റെപ്പും കൂടിയിട്ട് ബാക്കിയുള്ളൂ. നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് സൈഡിൽ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും കൂടിയിട്ട് ചേർത്ത് ഇതേ ചെറിയുള്ളി ഇതുപോലെ മൊരിഞ്ഞ് വരുന്നേരം നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം. ഈ താളിച്ചൊഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കറിയുടെ ഒരു ഫ്ലേവർ അങ്ങ് കിട്ടും. താളിച്ചൊഴിച്ച ശേഷം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 5-6 മിനിറ്റ് നേരത്തേക്ക് ഇതങ്ങനെ തന്നെ ഒന്ന് അടച്ചു വയ്ക്കും. എന്നാലാണ് ആ കാച്ചി ഒഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിയിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കറി റെഡിയാണ്. ഏകദേശം നമ്മൾ മീൻകറി കഴിക്കുന്ന ഒരു ഫീലുണ്ട് നമുക്ക്. പക്ഷെ എന്നാൽ ആ ഇരുമ്പൻ പുളിയുടെ ഒരു ഫ്ലേവറും കൂടി ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കാം. ഡെഫിനറ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.